ഇനി പ്രിയങ്കയുടെ ഊഴമാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണിത്. കന്നി മത്സരത്തിൽ രാഹുലിനേക്കാൾ ഭൂരിപക്ഷം പോളിംഗ് കുറഞ്ഞിട്ടും പ്രിയങ്ക നേടിയത് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. മമത ചില കരുക്കൾ നീക്കി തുടങ്ങിയപ്പോൾ, കാര്യങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പോകുമെന്നുറപ്പായപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് തലപ്പത്തേക്ക് പ്രിയങ്ക ഇറങ്ങിത്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിനേറ്റ പരാജയം കനത്ത ക്ഷീണം തന്നെയാണ് നൽകുന്നത്. സഭയിൽ നിന്നടക്കം അദാനി വിഷയത്തിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന മമത ഇത് താൻ കൂടി ചേർന്ന് രൂപം കൊടുത്ത മുന്നണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേതൃ കസേരയിൽ ഇരുപ്പുറപ്പിക്കാൻ കാഹളമൊഴുക്കിയത്. ശരത് പവാറും RJD നേതാവ് തേജസ്വി യാദവും സുപ്രിയ സുലെയും ഒക്കെ മമതയെ സ്വാഗതം ചെയ്ത് രംഗത്തേക്ക് എത്തുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായി മാറിയത്. എന്നാൽ ബംഗാളിനപ്പുറത്ത് തൃണമൂൽ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടെ തലപ്പത്തേക്ക് മമതയേക്കാൾ യോഗ്യത പ്രിയങ്കയ്ക്ക് തന്നെയാണ്. പക്ഷേ UP-യിൽ നിന്നും പ്രിയങ്കയെ തുരത്തിയോടിച്ച ഒരു പ്ലസ് പോയിന്റ് ആണ് ഇപ്പോൾ മമതയ്ക്കുള്ളത്. അത് മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മമത തലപ്പത്തേക്ക് താൻ വരുന്നു എന്ന് പറയാനും കാരണം. പക്ഷേ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പരിപാടിയിൽ പ്രിയങ്ക പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് 17-ാം വയസ്സിൽ തുടങ്ങിയതാണ് തന്റെ രാഷ്ട്രീയ ജീവിതം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചതല്ല എന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത്. അതുമാത്രവുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UP-യിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ ഉള്ള ഒരേ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് പ്രിയങ്ക. അത് മാത്രവുമല്ല, തല്ലേണ്ടടുത്ത് തല്ലാനും തലോടേണ്ടടുത്ത് തലോടാനും കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പ്രിയങ്ക. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ മമതയേക്കാൾ യോഗ്യത എന്തുകൊണ്ടും പ്രിയങ്കയ്ക്കുണ്ട്. അതേസമയം പാർലമെന്റിലെ പ്രതിഷേധം, തെരഞ്ഞെടുപ്പ് തോൽവി എന്നിവ മൂലമുള്ള ഭിന്നത രൂക്ഷമായതിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ തലപ്പത്ത് ആര് എന്നതിനെ ചൊല്ലിയുള്ള പുതിയ തർക്കം ഉടലെടുക്കാൻ കാരണം. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ബംഗാളി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമതാ ബാനർജി മുന്നണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് മമത തുറന്നു പറഞ്ഞത്. ഒരു പടി കൂടി കടന്ന് അവസരം നൽകിയാൽ മുന്നണിയുടെ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കുമെന്നും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുമെന്നും മമത പറഞ്ഞു.